ഇറാൻ അവർ ഉദ്ദേശിക്കുന്ന എന്താണ് എന്നുള്ളതാണ്. കാരണം 10-15 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 5 ദിവസത്തോളം അമേരിക്ക നിശബ്ദമായിരുന്നു. അവർ ഇറാനെ ആക്രമിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇതിനിടയിൽ വളരെ പെട്ടെന്ന് ജോർദാനിലെ ഒരു US താവളത്തിലേക്ക് ഇറാൻ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ മിസൈൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ലോകത്തിലെ ഡിഫൻസ് വിദഗ്ധർ പ്രധാനമായും ചിന്തിച്ചത്. കാരണം US ഇറാൻ നേരിട്ടുള്ള പോരാട്ടത്തിലെ ദുർബലമായ ഒരിടവേള, അവിടെ ആക്രമണം ഫലപ്രദമായി അവസാനിപ്പിക്കുകയും ഇറാനുള്ള ആക്രമണം പുനരാരംഭിക്കാൻ വാഷിംഗ്ടനെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടാവുകയാണ്. അതും അസാധാരണമായിരുന്നു. കാരണം അതിനെ തുടർന്ന് തുടർച്ചയായി ഇറാനിലേക്ക് അതിശക്തമായ ആക്രമണം ആരംഭിക്കാൻ അമേരിക്ക നിർബന്ധിതമാവുകയായിരുന്നു. വെടിനിർത്തലായിരുന്നു ഇറാൻ്റെ അല്ലെങ്കിൽ ടെഹ്റാൻ്റെ മുൻഗണന എങ്കിൽ എന്തിന് ജോർദാനെ ആക്രമിച്ചു എന്നുള്ള ചോദ്യമാണ് ഡിഫൻസ് വിദഗ്ധർ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചത്. നിയന്ത്രിത ഏറ്റുമുട്ടലിന്, അതായത് ഇറാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിയന്ത്രിതമായ ഒരു ഏറ്റുമുട്ടലാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് ശക്തി പകരുന്നതാണ് ഇത്തരത്തിലുള്ള ഇറാൻ്റെ പ്രവൃത്തികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ തന്ത്രപരമായ സ്വാധീനം നൽകാൻ ഇറാന് അത് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ ഇറാനിയൻ നേതാക്കൾ വിശ്വസിക്കുന്നത്. അവർ ടെഹ്റാനൊക്കെ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പരിമിതമായ യുദ്ധം എന്തുകൊണ്ട് ഇറാൻ താല്പര്യപ്പെടുന്നു, അതിൻ്റെ ഗുണം ഇറാൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് ഇതിന് വിശദീകരണം എന്ന് പറയുന്നത്, ഒരു പൂർണ്ണ യുദ്ധത്തിന് ഒരു കാരണവശാലും ഇറാൻ തയ്യാറാകുന്നില്ല. പൂർണ്ണ യുദ്ധം നടത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, സംശയമില്ല. പക്ഷേ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള സാങ്ഷൻസ് ഇവർക്ക് നേരെയുണ്ട്, അമേരിക്കയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും. അതുമാത്രമല്ല, ലോകക്രമത്തിൽ തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ള ബോധ്യം കൂടി ആ രാജ്യത്തിന് ഉണ്ട്. എണ്ണവിലയുമായി ബന്ധപ്പെട്ട് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ആക്രമണങ്ങൾ നിയന്ത്രിതമായി നടക്കുമ്പോൾ ഈ തങ്ങളുടെ പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇറാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ലോകക്രമത്തെ പലതരത്തിലും നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കുന്നു ഈ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ എന്നുള്ള വിലയിരുത്തലാണ് ടെഹ്റാൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമുക്കറിയാം, ദുർബലമായ വ്യോമപ്രതിരോധമുണ്ട്, ദുർബലമായ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളാണ്, ഉപരോധങ്ങൾ മൂലം പരിമിതപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ്, പുനർനിർമ്മാണ നഷ്ടങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതുമാണ്. അതിനാൽ ഇറാന് പൂർണ്ണയുദ്ധം പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. പക്ഷേ അവർക്ക് വേണ്ടത് ഇത്തരത്തിൽ നിയന്ത്രിതമായ യുദ്ധങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നിലവിലെ സാഹചര്യങ്ങളിൽ ഒരു നീണ്ട വെടിനിർത്തൽ ടെഹ്റാനെ ദുർബലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം എന്നാണ് ഇറാൻ കരുതുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US നാവിക ഉപരോധം തുടരും. ആ എല്ലാ ഉപരോധങ്ങളും നിലനിൽക്കും. അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ നിന്ന് ഇറാൻ വലിയ തോതിൽ ഒഴിവാക്കപ്പെടും. അതേസമയത്ത് തന്നെ സൗദി അറേബ്യയും UAEയും ഖത്തറും മേഖലയിലെ മറ്റ് എണ്ണവാതക കയറ്റുമതി രാജ്യങ്ങളും സാധാരണ കയറ്റുമതി പുനരാരംഭിക്കും. അവർ പഴയപടി എത്തും. പക്ഷേ ഇപ്പോൾ ഇവർക്കൊന്നും യാതൊരു തരത്തിലും എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ്. അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായി ഒറ്റപ്പെട്ട അവസ്ഥ മാറും എന്നും അവർ പ്രതീക്ഷിക്കുന്നു. അതായത് പരിമിതമായ സംഘർഷം ഈ ഭൂപ്രകൃതിയെ മാറ്റിയേക്കാം എന്നുള്ള ചിന്തയിലാണ് ഇറാൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള സാമ്പത്തികമായി വലിയ പ്രശ്നം ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ നിയന്ത്രിതമായ ആക്രമണം എങ്കിൽ പോലും ബാബ് അൽമന്താവ് പോലെയുള്ള ഒപ്പം ഹോർമുസ് പോലെയുള്ള പല മേഖലകളും സ്വാധീനിക്കാൻ ഹൂതികളുടെയും ലെബനന്റെയും ഒക്കെ സഹായത്തോടെ ഈ സമയത്ത് തങ്ങൾക്ക് സാധിക്കുന്നു. ഒപ്പം തങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, തങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എല്ലാവർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുന്നു. പ്രത്യേകിച്ചും കപ്പൽ ഉടമകൾക്ക്, സർക്കാരുകൾക്ക്, ഇറക്കുമതിക്കാർക്കൊക്കെ ഇറാൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു പശ്ചാത്തലം ഒരുക്കാൻ സാധിക്കുന്നുവെന്നാണ് ടെഹ്റാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പൂർണ്ണ യുദ്ധവിരാമം ഇറാൻ ആഗ്രഹിക്കാത്തത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഇറാൻ ഇടയ്ക്കിടെ ഇപ്പോൾ അമേരിക്ക ഒരു പീസിലേക്ക് പോകുന്നുവെങ്കിൽ പോലും ഒരു തരത്തിലും ഇറാൻ അങ്ങനെ പൂർണ്ണമായ ഒരു യുദ്ധവിരാമം ആഗ്രഹിക്കാത്തതിൻ്റെ പിന്നിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമ്മർദ്ദം തുടരാം, തങ്ങൾക്ക് സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ പരിധിക്ക് താഴെ പ്രതിസന്ധി സജീവമാക്കി നിലനിർത്താം, സാമ്പത്തിക ഉപരോധം, ഒറ്റപ്പെടൽ എന്നിവയിൽ നിന്ന് മാറി നിൽക്കാം. ഒപ്പം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഏറ്റവും നിർണായക വഴിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ കൂടി ടെഹ്റാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പില്ല. പ്രധാന വിരോധാഭാസം അതാണ്. ഒരു നിയന്ത്രിത സംഘർഷം നിലവിൽ ഒരു അപൂർണ സമാധാനത്തെക്കാളും കൂടുതൽ സ്വാധീനം നൽകിയേക്കാം എന്നുള്ള വിലയിരുത്തൽ ടെഹ്റാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല,
ആഗോള വിപണികളിൽ സമ്മർദ്ദം നിലനിർത്തുക എന്ന ആവശ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് കണക്കാക്കുന്നു. പക്ഷേ അപ്പോഴും ഈ യുദ്ധത്തിൻ്റെ ഒരു കാഠിന്യം വലുതാണ്. യുദ്ധം ഇറാനുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. ആഭ്യന്തരമായി പലവിധ പ്രശ്നങ്ങളുണ്ട്, പണപ്പെരുപ്പമടക്കമുള്ള വിഷയങ്ങളുണ്ട്, വിലക്കയറ്റം അവരെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തങ്ങളെ ലോകക്രമത്തിൽ സജീവമാക്കി നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നിയന്ത്രിതമായ ആക്രമണങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടം നീങ്ങുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.